ഇനി മദ്യപിക്കോ? പറ. ഇല്ലില്ല. ഇനി നമ്മൾ തൊടത്തില്ല. ഇവൻ അമ്മയില്ലാതെ വളരുകയല്ല. മക്കളെ, ഇന്ന് രാവിലെ നിന്റെ വീട്ടിലേക്ക് യേശു ഇറങ്ങി വരാൻ പോവാ. ജസീനെ ശരിക്കും ഞെട്ടി നിൽക്കുക കേട്ടോ. കിളി പോയി നിൽക്കും. ഇവരെ ആദ്യമായിട്ട് കാണുകയല്ലേ. ദൈവത്തിന് നമ്മളെ അറിയാവുന്നതാണ്. നീ ഇവരെ നല്ലതായിട്ട് നോക്കണം. യേശുവിന് വേണ്ടി ജീവിപ്പിക്കണം. രക്ഷപ്പെടാൻ പോവാ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നിന്റെ കുടുംബത്തെ ദൈവം രക്ഷപ്പെടുത്താൻ പോവാ. നീ ഒരുപാട് നാളുകൊണ്ട് അലഞ്ഞു നടക്കുക. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടി ആ രണ്ട് കരവും അടിച്ച് ദൈവത്തിന് ഒരു ആമേൻ പറയാൻ പറ്റുന്ന ആളുകള് ചേർന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. എടാ, ഞാൻ നിന്നെ കണ്ടപ്പോ യേശു എന്നോട് പറഞ്ഞു, ചാവരുത്. 35 വയസ്സുണ്ട്. ഭാര്യ പോയിട്ട് എത്ര കാലമായി? 1.5 വർഷമായി. അവള് തിരിച്ചു വരുമോ? അവള് തിരിച്ചു വരത്തില്ല. അവൾക്ക് കാരണം പറയാനുണ്ട്. കാരണം എന്നറിയോ? നിന്റെ മദ്യപാനം. ഇനി നമ്മൾ തൊടത്തില്ല. ഇനി മദ്യപിക്കോ? പറ. ഇല്ലില്ല. ഇനി നമ്മൾ തൊടത്തില്ല. നിനക്കൊരു കൊച്ചുണ്ട്. ഇവൻ യേശുവിന്റെ ആളായിട്ട് മാറും. ഇവൻ അമ്മയില്ലാതെ വളരുകയല്ല. മക്കളെ, ഇന്ന് രാവിലെ നിന്റെ വീട്ടിലേക്ക് യേശു ഇറങ്ങി വരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ രാവിലെ ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഇവന്റെ കുടുംബം തകർത്ത കള്ള പിശാചിന്റെ ശക്തികൾ എല്ലാം ഇവന്റെ വീട്ടിൽ നിന്ന് പൊട്ടാൻ പോവാ. എല്ലാരും കൂടെ അല്പനിമിഷം യേശുവേ എന്നൊന്ന് വിളിച്ച്. നിന്റെ കല്യാണം ലീഗലി ഒഴിഞ്ഞു. എത്ര നാളായി? 1.5 വർഷമായി കല്യാണം ഒഴിഞ്ഞിട്ട്. നീ കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെയും കൊണ്ടാ ഇവിടെ വന്നേക്കുന്നത്, അല്ലയോ? ഉണ്ട്. ആണോടി? ഞാനേ ഇവനെ വന്ന് കണ്ടോണ്ടിരുന്നപ്പം യേശു എന്നോട് പറഞ്ഞു, ഇവൻ ലീഗലി ഡൈവോഴ്സ് ഒക്കെയാണ്, കെട്ടാനുള്ള പെണ്ണും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇവരെവിടെ വെച്ച് കണ്ട? ഇവര് ബസ് സ്റ്റാൻഡിൽ കണ്ടതാ. ഒരാമയും പറ. ഇല്ലയോ? ഏത് ബസ് സ്റ്റാൻഡിലാടാ? പത്തണ്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട. കെട്ടിയ കൂട്ടത്തിൽ വിളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ 2 ദൂത് നിന്നോട് ഞാൻ പറയാ, നിന്റെ ഉമ്മ ഇപ്പൊ സൗഖ്യമാകാൻ പോവാ. നിന്റെ ഉമ്മയുടെ മേലൊരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഒരുമിച്ച് ചേർന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച. മോളെ, ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മ എഴുന്നേക്കാനായിട്ട് പോവാ. യേശു നിന്റെ ഉമ്മ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്ന് ഒരുമിച്ചൊന്ന് വിളിച്ച് ഈ രാവിലെ നമ്മുടെ യോഗ സ്ഥലത്ത് നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. പക്ഷേ നീ ഇനി മദ്യപിക്കല്ല. എടി മക്കളെ, ഇവൻ പറയുന്ന പകുതിയും കള്ളവാ. ശരിക്കും ഇനി തൊട്ടേക്കല്ല നീ. എടാ, എനിക്ക് ഇത്രയും നിന്നെ കുറിച്ച് പറയാമെങ്കിൽ നിന്റെ കയ്യിൽ എത്ര കുപ്പി ഇരിപ്പുണ്ട്, നീ എവിടെ വെച്ച് അടിച്ചു എന്നൊക്കെ പറയാൻ എനിക്കറിയാം. അതുകൊണ്ട് നീ തൊട്ടേക്കല്ല. പറ. നീ ഇനിയും കല്യാണം കഴിച്ചാലും വെള്ളവടിയാണ് ഇവളിട്ടിട്ട് പോകും. ഇവള് നീ വിചാരിക്കുന്ന ആളല്ല, ജഗജില്ലിയാണ് ആള്. ഉള്ള കാര്യം നിന്നോട് പറയാം. എടി, നിന്റെ പേര് പറ. നിന്റെ പേര് പറ. ജസീന. ജസീന നീ വിചാരിക്കുന്ന ആളൊന്നുമല്ല. നീ അടിച്ചാൽ നിന്നെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് അവള് പൊക്കളയും. നീ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടെന്നൊന്നും അവൾ വിചാരിക്കുകയല്ല. നിങ്ങളെ കൈ ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞേരെ. ഈ ജസീനെ ശരിക്കും ഞെട്ടി നിൽക്കുക കേട്ടോ. കിളി പോയി നിൽക്കും. ഇവരെ ആദ്യമായിട്ട് കാണുകയല്ലേ. ദൈവത്തിന് നമ്മളെ അറിയാവുന്നതാണ്. നമ്മൾ എന്നാ കൊണ്ട് വന്നാലും ദൈവത്തിന് അറിയാവുന്ന തമ്പുരാൻ അറിയും. പക്ഷേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയുക കുഞ്ഞെ, നിന്നോട് ഞാനൊരു കാര്യം. അവള് നിന്നെ കൈ കാണിച്ച ഞാൻ പാവാന്ന് പറഞ്ഞ. ശരി ശരി മക്കളെ, നിന്റെ ഉമ്മ സൗഖ്യാവും കേട്ടോ. നിന്റെ
ഉമ്മ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ശരിക്കും നിന്റെ ബാപ്പ മരിച്ചിട്ട് എത്ര കാലായി? ഒത്തിരി തകർച്ചകൾ നിന്റെ വീട്ടിൽ നേരിട്ട സത്യം. തമ്പുരാൻ എന്നോട് പറയുക, ഇന്ന് രാവിലെ നിന്റെ വീട്ടിലേക്ക് യേശു ഇറങ്ങി വരാൻ പോവാ. ദൈവത്തിന് ജാതി മതം ഒന്നുമില്ല പ്രിയരെ. ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള്, ഒരുമിച്ച് ചേർന്ന നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്ന് വിളിച്ചേ. മോനെ, നിനക്ക് 2 പിള്ളേരായിരുന്നില്ലേ? ഒന്നിവനും ഒരു മോളും. മോളെയും കൊണ്ട് അവര് പോയെ അല്ലേ? നീ ഇവനെ നല്ലായിട്ട് നോക്കണം, യേശുവിന് വേണ്ടി ജീവിപ്പിക്കണം. നീ ആരാധനയ്ക്ക് വരണം മോളെ, നീ ആരാധനയ്ക്ക് വരണം കേട്ടോ. എനിക്ക് നീ അവനെ കെട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ല, കെട്ടി നിൽക്കണം. കെട്ടിട്ട് പോകരുത്. ഓമോ ഇല്ല, നേരത്തെ ഒന്ന് കെട്ടിയായിരുന്നില്ലയോ? ആ, എത്ര പിള്ളേരുണ്ട് അതിനകത്ത്? 2 പിള്ളേർ. അത് ഒഴിഞ്ഞിട്ട് എത്ര കാലമായി? 3 വർഷമായി. ആ, ബാക്കി പറയുന്നില്ല, പോയിരുന്നു. ആരോഗ്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് ആ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഓ, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഓ, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ദൈവം, നിത്യദാതന വീരന ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജന മഷിക. അവനത്ഭുതമന്ത്രിയാ ദൈവം, നിത്യദാതന വീരന ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജന മഷിക. ആഹാ ഹല്ലേലൂയാ, ആ 2 കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ സാന്നിധ്യം ഈ രാവിലെ ചലിക്കട്ടെ. പ്രതിസന്ധികൾ പൊട്ടട്ടെ, വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ദൈവമഹത്വം വ്യാപരിക്കട്ടെ. സകലയോനകലകൾ